ആതിര സിനിമാ മേഖലയെ കുലുക്കിക്കൊണ്ട് അടുത്ത ഒരു ആരോപണം വന്നിരിക്കുകയാണ്. ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അല്ല പുറത്തുവിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു വൈറൽ പേഴ്സണായ എന്റെ കാസറ്റ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇത് വെറും ആരോപണമല്ല, പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ്. പരാതി വന്നിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പയുടെ പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയും അങ്ങനെ ആ വൻമരവും വീഴുകയാണ്. ഇതിനകത്തിൽ ഇപ്പോ പെപ്പയെ സംബന്ധിച്ച് ഞാൻ പെപ്പയുടെ സ്റ്റോറി നോക്കിയപ്പോൾ തമിഴ്നാട് ബോർഡറിൽ എവിടെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോ നേരത്തെ വീഡിയോ എടുത്തിട്ടാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ചു നേരം അല്ലെങ്കിൽ അധിക നേരം ഒന്നും ആയിട്ടില്ല ഈ പറയുന്ന സ്റ്റോറി ഈ എന്റെ കസറ്റയുടെ അക്കൗണ്ടിൽ വന്നിട്ട്. അപ്പോൾ പുള്ളി പൊതുവെ ഇടുന്നതൊക്കെ അത്യാവശ്യം റിസർച്ച് ചെയ്ത് എന്ന് വെച്ചാൽ പുള്ളി AI കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കി അങ്ങനെ ജനറേറ്റ് ചെയ്തിരുന്ന ഒരാളല്ലേ. AI ഞാൻ ഉപയോഗിക്കാൻ കാരണം തന്നെ ഇതിനു മുൻപ് പുറത്തു വന്ന പല കേസുകളിലും നടന്മാർ ഉപയോഗിച്ചൊരു പദമാണ് ഇത് AI ആണ്, ഫാബ്രിക്കേറ്റഡ് ആണ്. പക്ഷെ ആ കേസിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ സോഷ്യൽ മീഡിയയിൽ മാത്രം വന്ന കാര്യങ്ങളായിരുന്നു, ഒരു പരാതിയായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ആന്റണി വർഗീസ് പെപ്പയ്ക്കെതിരെ നിയമപരമായി തന്നെയാണ് ആ പെൺകുട്ടി മൂവ് ചെയ്തിരിക്കുന്നത്. ആ കേസുകളിലൊക്കെ ഉണ്ടായിരുന്നത് ഫ്ലേട്ടിംഗ് ആയിരുന്നു. വന്നിട്ട് നമുക്ക് പേഴ്സണലി പോകാം. എനിക്കൊന്നും എന്റെ കാസറ്റിന്റെ അക്കൗണ്ടിൽ കൂടി ശ്രീനാഥ് ബാസിക്കെതിരെ വരെ ഇത്തരം ആരോപണങ്ങൾ വന്നിരുന്നു. നമുക്ക് പ്രൈവറ്റ് സ്പേസിൽ കാണാമോ എന്ന് ചോദിക്കുന്ന അത്തരം മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ കേസിൽ വരികയാണെങ്കിൽ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് റേപ്പാണ്, മാനിപ്പുലേഷൻ, ചീറ്റിംഗ്, റേപ്പ് ഒക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഈ ഹക്കീം എന്ന് പറയുന്ന വ്യക്തി ഷെയർ ചെയ്തിരിക്കുന്നത്. പുള്ളി പറയുന്ന അനുസരിച്ചാണെങ്കിൽ 10 വയസ്സോളം ഇളപ്പമുള്ള ഏതൊരു കുട്ടിയാണ് ആന്റണി വർഗീസ് പെപ്പെ പ്രണയം നടിച്ച് ഈ പറയുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഇത്തരത്തിൽ റേപ്പ് ചെയ്യുന്നത്. അതിനകത്തിൽ ആ സ്ക്രീൻഷോട്ടിനകത്തിൽ പുള്ളി ആ പെൺകുട്ടിയോട് സല്ലപിക്കുന്ന രീതികളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അയാളുടെ ഭാര്യയോടാണ് വളരെയധികം വിഷമം തോന്നുന്നത്. കാരണം ഇത്തരത്തിലൊരു ഈ പുള്ളി കല്യാണം കഴിച്ചതാണ്, ഒരു മകനുണ്ട്, അതിന്റെയൊക്കെ ബൗണ്ടറി ഇനി ഇപ്പൊ ഈ നോൺ മാരിറ്റൽ അഫയേഴ്സ് ഒന്നും പ്രശ്നമാണെന്നുള്ള രീതിയല്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലീഗലാണ്. പക്ഷെ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിൽ നിൽക്കുന്ന രണ്ടുപേരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമ്മൾ മാനുഷികമായി ആലോചിക്കുകയാണെങ്കിൽ അത് ഉറപ്പായും കൺസിഡർ ചെയ്യും. ഇപ്പൊ ഞാനും ആതിരയും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ചിന്തിക്കുകയാണ്, വൈഫ് ഇതിനെപ്പറ്റി അറിയുമ്പോൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക, എങ്ങനെയായിരിക്കും അവരുടെ മാനസികാവസ്ഥ പോകുക. അപ്പോൾ ഈ പറയുന്നത് വിവാഹേതര ബന്ധത്തിൽ ഒരു തെറ്റുമില്ല, പക്ഷെ അത് ബാക്കി മനുഷ്യരെ ബാധിക്കുന്നിടത്തോളം കാലം അതൊരു തെറ്റോ ധാർമ്മികമായ ഒരു തെറ്റായി മാറുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടി പീരിയഡ്സ് ആണ് എന്ന് അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് വളരെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത തരത്തിലാണ് അദ്ദേഹം നിർബന്ധിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എല്ലാവരും പറയുന്ന മാനിപ്പുലേഷൻ. നിർബന്ധിക്കുക അല്ല, ഈ മാനിപ്പുലേഷന്റെ രീതി എന്ന് പറഞ്ഞാല് ഇപ്പോ പീരിയഡ്സ് ആണെന്ന് പറയുന്ന സമയത്ത് കാരണം പ്രൈവറ്റ് സ്പേസിലേക്ക് വിളിക്കുമ്പോൾ നേരത്തെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു പൊതു ഇടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സമൂഹം എല്ലാവരും നിൽക്കുന്ന ഇടത്തിലേക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒരു റൂമിലേക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ പ്രണയത്തിലിരിക്കുന്ന രണ്ടുപേര് 1 മണിക്കൂർ സംസാരിക്കാനായിട്ട് റൂം എടുക്കാന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ എന്താണ് ഉണ്ടാവാൻ പോകുന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കും പെൺകുട്ടി പറഞ്ഞത് നീ റൂം എടുത്തിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പീരിയഡ്സ് ആണ് എന്ന രീതിയിലാണ് പെൺകുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അതിലും മാനിപ്പുലേറ്റ് ചെയ്യാണ്. അതിനൊന്നും അല്ല, നമ്മൾ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന രീതിയിൽ പല കാര്യങ്ങളും ഒരു പ്രണയ സല്ലാപമാണ് അതിന്റെ ഇടയിൽ മുഴുവൻ നടക്കുന്നത്. അങ്ങനെ പുള്ളി ആ രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ കുട്ടിയെ എത്തിക്കുന്നത്. ഇപ്പോ മിക്ക കേസുകളിലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോയിട്ടല്ലേ ഇത് നടന്നത്, പോയി കഴിഞ്ഞത് നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം. പക്ഷെ ഇതെങ്ങനെയാണ് ഈ പുള്ളി കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള ആ ഒരു സ്കില്ല്, ആ കാര്യം കൃത്യമായിട്ട് ആ ചാറ്റിനകത്ത് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അതോടൊപ്പം തന്നെ ഈ ഇത്ര ഏജ് കുറഞ്ഞ പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനിയിപ്പോ ഈ ആന്റണി വർഗീസ് പെപ്പയുടെ ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത്, സെക്സ് ചെയ്തു, ഓക്കെ. പക്ഷെ അതിനകത്തിലും പലരും പറയുന്ന ഒരു കാര്യം ഇയാളുടെ ഫെയിം കണ്ടിട്ടായിരിക്കാം ആ പെൺകുട്ടി പോയത്. അതേ ഫെയിം ഉപയോഗിച്ച് തന്നെയാണ് അയാൾ ഈ മാനിപ്പുലേഷൻ ചെയ്തത് എന്ന് വസ്തുത മറച്ചു പിടിക്കുകയാണ്. അതുപോലെ ഈ പറഞ്ഞ 10 വയസ്സ് ഇളയ ഒരു പെൺകുട്ടി, ഇപ്പോൾ ഈ കുട്ടി കേസുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ നീ പൊക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ പറയുന്ന ഈ അധികാരത്തിൽ ഇരുന്നു കൊണ്ടുള്ള മാനിപ്പുലേഷൻ.
എനിക്ക് എന്തുമാവാം, ഞാൻ എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, ഞാൻ എങ്ങനെയും ഇതിൽ നിന്ന് ഊരി വരുമെന്ന് പറയുന്ന ഈ കോൺഫിഡൻസിൽ നിന്ന് തന്നെയാണ് ഈ മീറ്റ് പോലുള്ള ക്യാമ്പയിനുകളിലൂടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നമ്മൾ പുറത്ത് പറയുമ്പോൾ അതിനെ ഫേക്ക് മീറ്റുമായിട്ടും അത് വെറുതെ ഒരു ആരോപണമായിട്ടും ഈ പറയുന്ന പോലെ നിങ്ങൾ പോയതുകൊണ്ടല്ലേ എന്ന് ചോദ്യമായിട്ടും തിരിച്ചു ചോദിക്കുമ്പോൾ അതിൽ കാര്യമില്ല. ഇനിയും കൂടുതൽ പേർ ഈ വലയിൽ വീഴരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം പരാതികളും കേസുകളും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി സമയത്ത് വല്ലതും ആയിരുന്നു ഇത് പുറത്തേക്ക് വന്നെങ്കിൽ പെപ്പയ്ക്ക് കുറെ എളുപ്പത്തിൽ രക്ഷപ്പെടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിലും വലിയ കേസുകൾ ആന പാറിയ കഥ പറയുമ്പോഴാണോ കോണ പറയുന്നത് ചോദിക്കും ഉറപ്പായിട്ടും. അല്ല, ആ ഒരു സമയത്ത് ഇതിന്റെ അപ്പുറത്തേക്ക് ഈ കൊച്ച് എന്ന് വെച്ചാല് ഇവര് തമ്മിൽ ശരിക്കും ഒരു പ്രണയബന്ധത്തിൽ എന്ന പോലാണ് ഇയാൾ സംസാരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ചില ഈ ചാറ്റിനകത്തിലൊക്കെ ഞാൻ കണ്ടിരുന്നു, നിങ്ങൾക്ക് സെക്സ് ആണ് ആവശ്യമെന്നെങ്കിൽ പൈസ കൊടുത്തിട്ട് ഏതെങ്കിലും സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് പൊക്കൂടെ എന്ന് വെച്ചാൽ അതിനകത്തിൽ ആ ഒരു പെയിൻ കാണുന്നുണ്ട്. വെച്ചാൽ ഒരു ലവ് ആണെന്നും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പിന്നീട് ആ ഒരു ചതിക്കുന്ന ഒരു വെർഷൻ. അപ്പൊ പലരും ചോദിക്കും, ഒരു ഭാര്യയുള്ള ഒരാളാണെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാ പ്രേമിക്കാൻ പോയത്, ഇത് എന്താണ് എൻ്റെ ഒരു അവസ്ഥ എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ ആദ്യമേ പുള്ളി പോയി പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ ബിൽഡപ്പ് ചെയ്ത് പോയതല്ല. ഈ പറയുന്ന കോൺവെർസേഷൻ കാണുമ്പോഴേ നമുക്കറിയാം ആദ്യം നല്ലൊരു ബന്ധം അവർ തമ്മിൽ ഉണ്ടാക്കി. കുഞ്ചു ബേബിന്നോ അങ്ങനെ കണ്ടാണ് വിളിക്കുന്നത്. അത്രയും ഓമന പേരുകൾ വിളിച്ച് പ്രണയാതുരമായി തന്നെയാണ് ആ പെൺകുട്ടിയെ വലയിലാക്കിയിട്ടുള്ളത്. ഏത് രീതിയിലാണ് പുള്ളി പറഞ്ഞ് ചിലപ്പോൾ ഇവരുടെ വിവാഹ ബന്ധത്തിന് സക്സസ് അല്ല, കുറെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പൊതുവെ ഇങ്ങനത്തെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാര് ഈ പെൺകുട്ടികളെ ആണെങ്കിലും ഈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്. എന്നുവെച്ചാൽ എന്റെ വിവാഹത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ വളരെ വിഷമം അനുഭവിക്കുന്ന ആളാണ്, എനിക്ക് കുറച്ച് കെയറിങ് വേണം, എനിക്ക് നിന്നെ കണ്ടപ്പോൾ എന്തോ എനിക്ക് ആശ്വാസം കിട്ടുന്നത് പോലെ തോന്നി, ഫൗണ്ട് ലവ് ഓഫ് മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ ഭാര്യയുമായിട്ട് എനിക്ക് വലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ബന്ധമൊന്നും എനിക്കില്ല, എനിക്ക് നിന്നോടാണ് സ്നേഹം, നീയാണ് എന്റെ പ്രയോറിറ്റി, ഇതുപോലുള്ള മാനിപ്പുലേഷനുകളാണ് പറ്റില്ല ചെയ്യരുത് എന്ന് പറയുന്നത്. ഇതിൽ നീ പോയല്ലോ എന്ന് ചോദിക്കുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഇതൊരു ലോങ് ടൈം ആയിട്ടാണ് ഈ മാനിപ്പുലേഷൻ നടക്കുന്നത്. ഇപ്പൊ ഒറ്റയടിക്ക് ഒരാള് മേഘയെ കണ്ടിട്ട് എന്റെ ഭാര്യയെ ഞാനായിട്ട് പ്രശ്നമുണ്ട്, ഹലോ നമുക്ക് തമ്മിലൊരു ബന്ധത്തിലേക്ക് കിടക്കാം, ഇതല്ല. ആദ്യം നമ്മൾ പല കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ട കേസ് തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ഇവര് ഈ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പല വ്യത്യസ്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് ശേഷമാണ് അവിടെ ഒരു പ്രണയം എന്ന രീതിയിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇയാളെ ഓവർ കെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ പറയുന്ന കെയറിങ് ആദ്യം തൊട്ടേ ഇപ്പൊ കഴിച്ചോ കുടിച്ചോ പെൺകുട്ടിയുടെ കരിയർ സ്റ്റഡീസ് ഇതൊക്കെ തിരക്കി അവിടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് പതുക്കെ എനിക്ക് നിന്നോട് എന്തോ ഇഷ്ടം തോന്നുന്നുണ്ട്, അങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇങ്ങനെ പിടിച്ചു പോകുന്നത്. എന്നിട്ട് പിന്നെ പതുക്കെ ഈ പറയുന്ന ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്കും ആ പെൺകുട്ടി സ്വാഭാവികമായി ആലോചിക്കും, ഇങ്ങനെ തിരക്കുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫെയിം നിൽക്കുന്ന ആൾക്ക് എന്തിനാണ് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത്, എന്നെ തിരക്കുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നൊരു പ്രതീതിയാണ് ബിൽഡ് ചെയ്ത്. ഞാൻ ഈ പറയുന്നത് എനിക്ക് അയാളുടെ ലൈഫിൽ ഞാൻ പ്രധാനമാണെന്നൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മൾ ആ ആളിലേക്ക് അറ്റാച്ച്ഡ് ആയി പോകും. പിന്നെ ഒന്നാമത് ഇത്ര ഏജ് കുറഞ്ഞ പുള്ളിക്കാരൻ ഇപ്പൊ എന്തായാലും 30s അകത്ത് 38 അതിന്റെ അകത്ത് എന്തോ ആണ് ഏജ് ഉള്ളത്. അപ്പൊ ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ 10 വയസ്സ് കുറവുള്ള കുട്ടികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അത്രത്തോളം അവർക്ക് ആ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അങ്ങോട്ട് ഉണ്ടാവില്ല. നിങ്ങളിപ്പോ എത്ര നമ്മളീ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണം, ഒരു സിനിമാ നടൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ നീ ഇറങ്ങിപ്പോവോ, നീ കൂടെ പോയി കിടക്കുവോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്റ്റേജ് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല, ഇയാൾ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്തതെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അത്ര നല്ല സ്കില്ലുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ഈ പറയുന്ന ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് എവിടുന്ന കിട്ടുന്നതെന്നാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇപ്പൊ ഈ പെൺകുട്ടി പരാതി കൊടുത്തു, ഒരു പെൺകുട്ടി മാത്രമായിരിക്കില്ല അയാളുടെ വലയിൽ വീണിട്ടുണ്ടാവുക. നമുക്ക് ആ സംസാര ശൈലി കാണുമ്പോഴറിയാം അദ്ദേഹം ഇതൊരു സ്ഥിരം ശീലമായിരിക്കാം. പല പെൺകുട്ടികളും ഈ വലയിൽ വീണിട്ടുണ്ടാകാം. ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും പരാതി കൊടുക്കണമെന്നില്ല, ആ ധൈര്യം ഉണ്ടാവുന്ന കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ ഇനിയും ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടികളുണ്ടാകാം. ഈ അതെ പെപ്പയുടെ ഫാൻസ് ഇനി വെട്ടുകളി കൂട്ടം പോലെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി തപ്പിപ്പിടിച്ച് പുറകെ പോയി അതിനുള്ള സാധ്യതകളൊന്നും ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. തന്നെ ഈ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാര് ഈ മീറ്റു അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ തന്നെ കുറെ കേട്ട കാര്യങ്ങളാണ്. ഒരു നല്ല ഫെയിമുള്ള നല്ല ഫാൻ ബേസ് ഉള്ള ഒരാള്, അയാൾക്കെതിരെ ഒരാള് ഈ രീതിയിൽ എന്നെ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇയാളുടെ ഫാൻ ബേസിലുള്ള ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണോ പരാതി കൊടുക്കുന്നത് അവരെ വിക്ടിം ബ്ലെയിം ചെയ്ത് ആ രീതിയിലാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
ആ രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ആ ഒരു ഫെയിമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ ഡയറക്റ്റ് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ആ പരാതി പിൻവലിക്കുള്ളൂ എന്ന് നമുക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത്രത്തോളം സ്വാധീനമുള്ള ഒരാളാണ്. അയാൾക്ക് സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോ ഇവരെ എക്സ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പല രീതിയിൽ. പല സൈബർ ഇടങ്ങളില് ഈ പേരും നാളും പോലും ഇല്ലാത്ത സൈബർ ഇടങ്ങളിലൊക്കെ ഈ കുട്ടിയെ എക്സ്പോസ് ചെയ്ത് അങ്ങനെ ചെയ്യാനും ചാൻസ് ഉണ്ടെന്നുള്ളൊരു അവസ്ഥയുണ്ട്. പക്ഷെ പെപ്പ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്താണ് പെപ്പയുടെ ആ ഒരു തീരുമാനം? ഇനി വന്നിട്ട് ഈ അജ്മൽ അമീർ കേസ് പോലെ ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇത് ഒരു AI വീഡിയോ ആണ്, തമിഴ്നാട്ടിൽ നിന്നും ആന്റണി വർഗീസ് പെപ്പേജ് ആയിരുന്നു, അതൊരു AI വീഡിയോ ആണ്, അതായത് സ്ക്രീൻഷോട്ടുകളെല്ലാം വ്യാജ അറിയില്ല, അങ്ങനെ നിലയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇവിടെ മുമ്പും വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഇതൊക്കെ നമ്മളൊരു സിനിമാ തലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് പലരും ഉണ്ടാക്കി വിടുന്നതാണ്. ഇത് ഞാൻ നിയമപരമായി തന്നെ ഇതിനെ നേരിടും. നിയമപരമായി നേരിടുമെന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ വിശ്വസിക്കും. അതാണ് പ്രത്യേകത. എന്നാൽ അയാൾക്ക് പേടിയില്ല. നിയമപരമായി നേരിടണമെന്ന് പറയുന്ന ആൾക്കാർ. കാരണം ഈ നിവിൻ പോളിയുടെ കേസ് മാത്രമായിരുന്നു പുള്ളി തെളിവുകൾ നിരത്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ വിശ്വാസത്തെ നേടിയതെന്ന് പെപ്പ ഒന്ന് ആലോചിക്കണം. ആ രീതിയിലൊക്കെ വന്നിരുന്ന് ഇനി ഞാൻ കോടതി മുഖേന പോവാന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന വിക്ടിം ബ്ലെയിമിങ് നടത്തുന്നതിന് മുൻപ് സ്വന്തമായി ഒന്ന് പരിശോധിക്കുക, ആരെങ്കിലും കുഞ്ചു ബേബിന്ന് വിളിച്ചിട്ടുണ്ടോ.